സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സാറിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്താണ്? എൻ്റെ വികസന സ്വപ്നം എന്ന് പറയുന്നത് മെട്രോ റെയിൽ, കേരളത്തിലെ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ തലങ്ങും വിലങ്ങും ട്രെയിൻ ഓടിക്കുക. അതാണ് എൻ്റെ സ്വപ്നം. അതിന് താൻ അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഭരണം ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾ സ്വയം തല ട്രെയിൻ അടിവെച്ച് തരും. പിന്നെ തലങ്ങോ വിലങ്ങോ എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. മിമിക്രിയുടെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രകൃതിയിലെ ജീവികളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങളിൽ നിന്നാണ്. നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, കേട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന, ഇനി കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്ന കുറച്ച് ശബ്ദങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. 2-3 കാര്യങ്ങൾ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആന എത്ര കണ്ടാലും ഒരു ആന റോഡിൽ കൂടെ നടന്നു പോയാൽ നമ്മൾ അറിയാണ്ട് നോക്കിപ്പോകും. അതേപോലെ കടൽ തിരമാലകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നത് കാണാൻ സുഖം തന്നെയാണ്. എത്ര കണ്ടാലും മതി വരില്ല. പിന്നെ മൂന്നാമതുള്ളത് കോട്ടയം നസീറാണ്. എത്ര കണ്ടാലും മതി വരില്ല. എൻ്റെ ഫാമിലിക്ക് പിന്നെ എന്താ പറയുക, വിമാനം നമ്മൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഒരു വിമാനം മേളിൽ കൂടെ പോയാൽ നമ്മൾ അറിയാണ്ടൊന്ന് നോക്കിപ്പോകും. നമുക്ക് ഈ ഒറ്റപ്പങ്കയുള്ള ചില വിമാനങ്ങൾ പോകാറുണ്ട്. നമുക്കതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. തലയ്ക്ക് മേളിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ കേൾക്കാറുണ്ട്. നമ്മൾ ഈ ഹെലികോപ്റ്റർ നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ വരുമ്പോഴാണ്. ഈ താന്ന് പറക്കുമ്പം വേറൊരു ശബ്ദമാണ്. ഇംഗ്ലീഷ് സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. ഇതിൻ്റെ ഈ പങ്ക സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വേറൊരു എഫക്റ്റാണ്. അങ്ങനെയും കേൾക്കാം. നമുക്ക് എവിടെ ആയാലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറണമെങ്കിൽ ഒരു വാതിലുണ്ടാവണം. ഒരു വാതിൽ പറഞ്ഞാൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഒരു വാതിലുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. വാതിൽ നമ്മുടെ വീട്ടിലുണ്ട്, തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ചില വാതിൽ തുറക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുകയുള്ളൂ. ചിലത് തുറന്നൊരു ശബ്ദം മാറിക്കൊണ്ടിരിക്കാം. അങ്ങനെ കേൾക്കാം. ചില മെറ്റൽ ഡോറുണ്ട്, ഗോദ്രേജിൻ്റെ ഒക്കെ, അത് വേറെ സൗണ്ടാ. അങ്ങനെയും കേൾക്കാം. ഇതൊന്നും അല്ലാതെ ചില അമ്പലങ്ങളുടെ ഡോറൊക്കെ ഉണ്ട്, ഒരുപാട് പഴകിയ ഡോറൊക്കെ, തുറക്കണേ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ കേൾക്കാം. വീട്ടിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ ജനലിൻ്റെ വാതിൽ ഇങ്ങനെ ചുമ്മാ തുറന്ന് കളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് രസമാണ്. പൊളിച്ച് നമ്മുടെ കയ്യിൽ തരും. നമ്മളൊക്കെ ഷൂട്ട് നടക്കാറുണ്ട്. ഷൂട്ട് എടുക്കുമ്പോൾ നോർമൽ ഈ സൗണ്ടേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അർണോൾഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നടനുണ്ട്. അദ്ദേഹം ചില ഷൂട്ട് നടക്കും. ഓരോന്നിനും കാണും ഓരോ 5 കിലോ വേറെ സൗണ്ടാ. ഇനി അർണോൾഡല്ല, നാട്ടിൽ ആരായാലും ഷൂവിനകത്ത് വെള്ളം കയറിയാൽ ഒരു വൃത്തിയുടെ ശബ്ദമാണ്. അങ്ങനെ കേൾക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഈ ആംബുലൻസിൻ്റെ കാര്യം നമുക്കറിയാം. ആർക്കെങ്കിലും അസുഖം പറ്റിയാൽ ഉടനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതാണ്. ചില ആംബുലൻസ് വരുമ്പോഴേ അറിയാം അതിൽ രോഗി മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. സൗണ്ട് ചെക്ക് ഉടനെ കേട്ടിട്ടുണ്ട്. ഹലോ ചില ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു പോകും, ചില എന്ന് പോകും. ഇനി ഈ ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം ഇതിലെ രോഗി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചതെന്നുള്ളതാണ്. ആംബുലൻസ് തന്നെ പറയാം ആള് പോയി എന്നുള്ളത്. അതാണ് അവസ്ഥ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കുതിര ഓടിച്ചിട്ടുണ്ടാവുക